യേശുതമ്പുരാന്റെ സമീപത്തേക്ക് നഥനിയേലും ഫിലിപ്പോസും കടന്നു വരുന്ന സന്ദർഭം. യേശുതമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പരിവർത്തനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഴ്ചകളിലും വർഷത്തിൽ ഇങ്ങനെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സായിട്ട് ഈ വേദഭാഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ മാനുഷികമായിട്ട് തോന്നാറുണ്ട്, എന്തിനു വേണ്ടിയായിരിക്കാം ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കടന്നു വരുന്നതെന്ന്. എല്ലാ പ്രാവശ്യവും കുദാശകളിലും പരിശുദ്ധമായ ബലികളിലും സംബന്ധിക്കുന്നവരായ നമുക്ക് പലപ്പോഴും ഇതിനോടൊക്കെ ഒരു വിരക്തി തോന്നുവാനും ഇടയാകാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. അപ്രകാരം ഒരു സന്ദർഭമാണ് ഇവിടെ ചിന്തിക്കുവാനായിട്ടുള്ളത്. നഥനിയേലും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, നസറേത്തിൽ നിന്ന് നന്മ വരുമോ? അവന്റെ ചില പ്രിജുഡിസ്റ്റിക് ആയിട്ടുള്ള ചില മുൻവിധികളോടുകൂടിയുള്ള ചില കാഴ്ചപ്പാടുകൾ അവനെ എങ്ങനെയാക്കുന്നു? യേശുതമ്പുരാനിൽ നിന്ന് അകറ്റി മാറ്റുവാനായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളാക്കി വെക്കുന്നു. എന്നാൽ യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് അവനെ ചേർത്ത് നിർത്തുന്ന ചില വചനങ്ങൾ, നീ അത്തിയുടെ കീഴിൽ നിൽക്കുന്നത് മുതൽ ഞാൻ നിന്നെ കാണുന്നു, തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇത് ഇവൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന്. അപ്പോൾ നഥനിയേലിന്റെ ജീവിതത്തിൽ, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ യേശുതമ്പുരാന്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന പരിവർത്തനം ഇറ്റ്സ് നോട്ട് ആൻ ഓർഡിനറി വൺ. അതൊരു സാധാരണ തലത്തിലുള്ളതല്ല, എന്നാൽ അതൊരു കോളാണ്. ഇറ്റ്സ് എ ഡിവൈൻ കോൾ. എന്താണ്? ദൈവികമായ വിളിയാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള കോളുകളുണ്ടല്ലേ. മൊബൈൽ ഫോണിൽ വരുന്ന കോളുണ്ട്, മറ്റു പലർ ഡയറക്റ്റ് ആയിട്ട് നമ്മെ വിളിക്കുന്ന വിളികളുണ്ട്. ഇതിനൊക്കെ പലപ്പോഴും നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഹലോയിൽ തുടങ്ങുന്നവരുണ്ട്, പലപ്പോഴും പറയൂ എന്ന് പറഞ്ഞ് തുടങ്ങുന്നവരുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നവരാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ, ഒരു സംവേദന പ്രക്രിയയിൽ കൃത്യമായിട്ട് നടക്കുന്നത്? സെൻഡറിൽ നിന്ന്, അയക്കുന്ന ആളിൽ നിന്ന് സ്വീകരിക്കുന്ന ആളിലേക്ക്, റിസീവറിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകമായ സന്ദേശമാണ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. അവിടെ ഒരു ചാനൽ വേണം. എന്താ? നമ്മൾ ഈ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ? ഞാനിവിടെ മൈക്കിലൂടെ സംസാരിച്ചാൽ മാത്രം മതിയോ? പുറകിലിരിക്കുന്നവർക്ക് വരെ അത് കേൾക്കാൻ നമ്മൾ മൈക്രോഫോണും സ്പീക്കറും ഒക്കെ ഉപയോഗിക്കുന്നു. യേശുതമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പോസ് നഥനിയേലിനെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫിലിപ്പോസ് അവിടെ ഒരു നല്ല ചാനലായിട്ട് രൂപാന്തരപ്പെടുകയാണ്. കർത്താവിനാൽ അനുഗ്രഹീതരെ, ദൈവികമായ ശബ്ദം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട്. അതിനെ എങ്ങനെയൊക്കെ റിസീവ് ചെയ്യണമെന്നും ചിന്തിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആ വലിയ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു, ഭവനങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. പലപ്പോഴും ദൈവികമായ സിംഹാസനത്തിൽ ഞങ്ങളങ്ങ് ഉയർന്നു നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും യഥാർത്ഥമായ ഡിവൈൻ കോൾ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ അവർ നമ്മുടെ വിളി പൂർണ്ണമായിട്ട് കേൾക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ടോ? പ്രായമുള്ളവരെ വിളിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചെവിയുടെ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടായതുകൊണ്ട്, ശ്രവണശക്തി കുറവായതുകൊണ്ട് അവർ ചിലപ്പോൾ നമ്മളെ പൂർണ്ണമായി കേൾക്കുവാൻ സാധ്യമാകാതെ വരാറുണ്ട്. എന്നാൽ നിന്റെ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടെ അതിനെ ഉൾക്കൊള്ളുവാനും ചെവിക്കൊള്ളുവാനും നിനക്കിടയാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വേദഭാഗം ആധാരമാക്കി ദൈവം നമ്മളോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവം മുമ്പാകെ നിന്നെ തന്നെ വിശ്വസ്തയോട് സമർപ്പിക്കുവാൻ നിനക്ക് സാധ്യമാകുന്നുവെങ്കിൽ മാത്രമേ അവന്റെ വിളിയെ നിനക്ക് പൂർണ്ണമായ ഹൃദയത്തോടും മനസ്സോടും കൂടെ ഉൾക്കൊള്ളുവാനും ചെവിക്കൊള്ളുവാനും നിനക്ക് സാധ്യമാകുകയുള്ളൂ. അവന്റെ കൽപ്പനകളെ അനുസരിച്ച്, അവന്റെ നിയമങ്ങളെ പ്രമാണിച്ച് ജീവിതം അവനു വേണ്ടി ഉരുത്തിരിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ശിഷ്യത്വം കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞങ്ങൾ ദൈവം മുമ്പാകെ ക്രിസ്ത്യാനികളാണല്ലോ, വിശ്വാസികളാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി ഹൃദയം കൊണ്ട് കേൾക്കുവാനായിട്ട്, അവന്റെ ഡിവൈൻ കോളിനെ ആൻസർ ചെയ്യാതെ യാതൊരു കാര്യവുമില്ല. നമ്മൾ എത്രമാത്രം പരിശുദ്ധമായ ആരാധനകളിൽ സംബന്ധിച്ചാലും അവന്റെ വിളി എവിടെ നിന്ന് കടന്നു വരുന്നു എന്ന് ചിന്തിക്കണം. സ്വർഗീയമായ മഹോന്നതകളിൽ നിന്ന് കടന്നു വരുന്നു എന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി അവന്റെ വിളിക്ക് കാതോർക്കുവാൻ വേണ്ടിയാണ് നാം പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധമായ സ്വർഗീയമായ അനുഭൂതി അവന്റെ വിളിയായി നാം സ്വീകരിക്കുവാനായിട്ടിടയാകണം.
പലപ്പോഴും ഞാൻ എൻ്റെ പല പ്രസംഗങ്ങളിലും മദ്ബഹായിലെ ശുശ്രൂഷകരോടൊക്കെ പറയാറുണ്ട്, താഴെ നിൽക്കുന്ന ജനത്തിന് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളുടെ നീരുറവ എൻ്റെയും നിങ്ങളുടെയും അശ്രദ്ധ മൂലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകരുത്. അതായത് ഉയരങ്ങളിൽ നിന്ന് നൽകുന്നതായ ഡിവൈൻ എനർജി, ഡിവൈൻ കോൾ ജനത്തിനു വേണ്ടിയുള്ളതാണ്, അത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, ലോകത്തിന് വേണ്ടിയുള്ളതാണ്. അപ്രകാരം ഇവിടെ ഫിലിപ്പോസ് ഒരു ഉപകരണമായി നിന്നുകൊണ്ട് നഥനിയേലിനെ ദൈവത്തിന്റെ അടുക്കലേക്ക്, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിക്കുമ്പോൾ ഓരോ പുരോഹിതന്മാരും മേൽപ്പെട്ടക്കാരും ഒക്കെ ജനത്തിലേക്ക് ദൈവത്തെ നയിക്കുന്നവരാണ്, ജനത്തിലേക്ക് ദൈവത്തെ എടുത്തു കൊടുക്കുന്നവരാണ്. ജനമാണ് തീരുമാനിക്കേണ്ടുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരാണ് എന്ത് തീരുമാനിക്കേണ്ടുന്നത്? അവനെ സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനാണോ, അവനെ സ്വീകരിക്കുവാൻ, അവന്റെ വിളിക്ക് കാതോർക്കുവാൻ ഞാൻ യോഗ്യനാണോ, യോഗ്യയാണോ എന്ന് ചിന്തിക്കുവാനും തിരിച്ചറിയുവാനും ഇടയാകേണ്ടുന്നത്. അതിനെന്ത് ചെയ്യണം? എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ മാറ്റി നിർത്തണം. അവിടെയാണ് നഥനിയേലിനുണ്ടായ മാനസാന്തരം. അവൻ സകലവും തികഞ്ഞവനായിരുന്നു, സകലത്താലും നിറയപ്പെട്ടവനായിരുന്നു, സകല പഠനങ്ങളെയും പറ്റി തിരിച്ചറിഞ്ഞ യഥാർത്ഥ ഒരു യഹൂദനായിരുന്നു. പക്ഷെ അവൻ അവിടെ ഏറ്റുപറയുകയാണ്. അവനവിടെ എന്ത് ഏറ്റുപറയുകയാണ്? ഇവൻ മശിഹായാകുന്നു എന്ന് ഏറ്റുപറയുകയാണ്. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഞാൻ എൻ്റെ ചിന്ത ഇവിടെ ചുരുക്കട്ടെ. നമ്മുടെ ദൈവികമായ വിളിക്ക് കാതോർക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ധർമ്മം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല, നമ്മുടെ ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടിന് നാം യോഗ്യരായി തീരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന വണ്ണം സകല മനോവിനയത്തോടും കൂടെ ദൈവം മുമ്പാകെ നിൽക്കുവാനായിട്ട്, അവനെ ശ്രദ്ധയോടെ ശ്രവണം അവന് വേണ്ടി കാതോർക്കുവാനായിട്ട് നമുക്കിടയാകണം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയാകണം. ഓരോ ആഴ്ചകളിലും പരിശുദ്ധമായ ബലിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാകണം. അവൻ നമ്മെ എത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് കേൾക്കുവാനായിട്ട് ഇടയാകണം. പലപ്പോഴും നമ്മൾ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പരുമലയിലാണെങ്കിലും നമ്മുടെ ഈ ഏത് ദേവാലയങ്ങളിൽ പോയാലും ഒരുപാട് കരയുന്ന മനസ്സുകളെ കാണും. അവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക, അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നീ കരയുമ്പോൾ, നിന്റെ കുറവുകളെ പറ്റി നീ പറയുമ്പോൾ, നിന്നെ ഇന്ന് ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു, നിന്നെ എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്നെ എത്രമാത്രം ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു, നിന്നെ എത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പത്തുകൾ കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനും അതിന് കൃതജ്ഞത അർപ്പിക്കുവാനും സാധ്യമാകുമ്പോൾ അവന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് അവന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാകും. അപ്രകാരം ഉയരങ്ങളിലെ ശബ്ദം സ്വീകരിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സജ്ജരാകട്ടെ, ശക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മെ നിയോഗിക്കട്ടെ. ആമേൻ.